ഹലോ കൂട്ടുകാരെ, മലയാളി വീട്ടുവിശേഷത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഹെൽത്തി ആയിട്ടുള്ള ഒരു പ്ലം കേക്കിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. ഇത് വളരെ ടേസ്റ്റിയാണ്, അതുപോലെ തന്നെ ഹെൽത്തിയുമാണ്. ഇതിനകത്ത് ഞാൻ ഷുഗറിന് പകരം ഡേറ്റ്സ്, ഈന്തപ്പഴമാണ് ആഡ് ചെയ്തേക്കുന്നത്. അതുപോലെ തന്നെ മൈദയ്ക്ക് പകരം വീറ്റ് ഫ്ലോർ, നമ്മുടെ ഗോതമ്പ് പൊടിയാണ് യൂസ് ചെയ്തേക്കുന്നത്. ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഇതുണ്ടാക്കാനായിട്ട് ആദ്യം തന്നെ നമുക്ക് കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സും നട്ട്സും ഒക്കെ ഒന്ന് സോക്ക് ചെയ്ത് വെക്കണം. ഞാൻ ഒരുപാട് ദിവസം ഒന്നും സോക്ക് ചെയ്ത് വെക്കുന്നില്ല. ഞാൻ തലേ ദിവസം വൈകിട്ട് 1/2 കപ്പ് ഓറഞ്ച് ജ്യൂസിൽ കുറച്ച് അണ്ടിപ്പരിപ്പ്, കുറച്ച് ബദാം, കുറച്ച് കറുത്ത മുന്തിരിങ്ങ, അതുപോലെ തന്നെ ഡേറ്റ്സ്, ഈന്തപ്പഴം ചെറുതായിട്ട് മുറിച്ചത് ഒക്കെ ഞാനൊന്ന് കുതിർക്കാൻ വെച്ചിട്ടുണ്ട്. പിറ്റേ ദിവസം അതെല്ലാം ഒന്ന് ചെറുതായിട്ട് അരിഞ്ഞിട്ട് അതിലുള്ള ജ്യൂസൊക്കെ മാറ്റി ഞാനൊന്ന് എടുത്തു വെക്കുന്നുണ്ട്. ഈ ജ്യൂസ് ഞാൻ കളയുന്നില്ല, കാരണം നമുക്ക് മാവ് കുഴയ്ക്കുമ്പോൾ ആവശ്യമെങ്കിൽ ഉപയോഗിക്കാം. ഞാനിവിടെ 15 ഡേറ്റ്സ് ആണ് എടുത്തിരിക്കുന്നത്. അതിൻ്റെ കുരുവൊക്കെ കളഞ്ഞ് എടുത്തിട്ടുണ്ട്. ഞാനിനി ഇതിന് ഒരു പാത്രത്തിലേക്കിട്ട് അത് മുങ്ങിക്കിടക്കാനുള്ള വെള്ളം ഒഴിച്ച് നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. ഇതിപ്പോൾ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇതിൻ്റെ ചൂട് ആറാൻ വേണ്ടി നമുക്ക് മാറ്റി വെക്കാം. അതുപോലെ തന്നെ നമുക്ക് 1 കപ്പ് പാല് അതും ഇതുപോലെ തന്നെ തിളപ്പിച്ച് ആറാൻ വേണ്ടി മാറ്റി വെക്കാം. അതിനുശേഷം നമുക്ക് ആ വേവിച്ച് വെച്ച ഈന്തപ്പഴവും ആ പാലും കൂടെ നമുക്ക് മിക്സിയിലൊന്ന് നന്നായിട്ട് അടിച്ചെടുക്കണം. ഇത് ചൂടാറിയ ശേഷം മാത്രമേ നമ്മൾ മിക്സിയിൽ അടിച്ചെടുക്കാവൂ. ഈ ഈന്തപ്പഴത്തിന് പകരം വേണമെങ്കിൽ നമുക്ക് ഈന്തപ്പഴത്തിൻ്റെ സിറപ്പോ അല്ലെങ്കിൽ ഡേറ്റ്സിൻ്റെ പേസ്റ്റോ അങ്ങനെ എന്തെങ്കിലും വേണം യൂസ് ചെയ്യാം. പക്ഷേ അതിനകത്ത് ഷുഗർ ആഡഡ് ആണോ എന്നുള്ള കാര്യം നമ്മൾ ചെക്ക് ചെയ്യണം. ഇതിപ്പോൾ ഞാൻ ആ ഡേറ്റ്സും പാലും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. നല്ലതായിട്ടൊന്ന് മിക്സിയിൽ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്ത് ചേർക്കാനുള്ള ആ മസാല കൂട്ടൊന്ന് തയ്യാറാക്കാം. ഞാനിവിടെ 2 കഷ്ണം പട്ട, ജാതിക്കയുടെ ഒരു ചെറിയ 2 കഷ്ണം, 3 ഗ്രാമ്പു, 2 ഏലക്ക ഒക്കെ ഞാനതൊന്ന് പൊടിച്ചെടുക്കുന്നുണ്ട്. എൻ്റെ ചെറിയ മിക്സി ആയതുകൊണ്ട് ഞാൻ 1 സ്പൂൺ പഞ്ചസാരയും കൂടി ഇട്ടാണ് അത് പൊടിച്ചെടുത്തത്. അതിനുശേഷം നമുക്ക് അതിനകത്ത് ചേർക്കാനുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസ് എടുക്കാം. ഞാൻ 1 കപ്പ് ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട്, 3/4 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും, 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും, 1 നുള്ളുപ്പും, പിന്നെ നമ്മൾ നേരത്തെ പൊടിച്ചു വെച്ച ആ മസാലയും കൂടെ ഞാൻ അരിപ്പയിലേക്കിട്ടൊന്ന് അരിച്ച് മാറ്റി വെക്കുന്നുണ്ട്. ഇനി നമുക്ക് വേറൊരു പാത്രത്തിൽ 2 മുട്ടയൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. നമ്മൾ എപ്പോഴും കേക്ക് ഉണ്ടാക്കുമ്പോഴും മുട്ട നമ്മൾ നേരത്തെ ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് മാറ്റി അതിൻ്റെ തണുപ്പ് മാറിയതിന് ശേഷം മാത്രമേ കേക്കിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാവൂ. ഞാൻ ഈ 2 മുട്ട നന്നായിട്ട് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസ് ചേർത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ നേരത്തെ അരച്ചു വെച്ചിരിക്കുന്ന ഈന്തപ്പഴവും പാലും കൂടെ അരച്ചു വെച്ചിരിക്കുന്ന ആ മിശ്രിതം നമുക്ക് ഇതിനകത്തേക്ക് ചേർത്ത് നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്യാം. നമുക്ക് ബീറ്റർ ഉണ്ടെങ്കിൽ ബീറ്റർ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ഫോർക്കോ ഇതുപോലത്തുള്ള വിസ്കോ ഉണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ അത് വെച്ച് യൂസ് ചെയ്താലും മതി. നല്ലതായിട്ട് നമ്മളൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഞാനിവിടെ ഷുഗർ ഒന്നും കാരമലൈസ് ചെയ്തെടുക്കുന്നില്ല. ഞാൻ ഡേറ്റ്സ് ആണ് യൂസ് ചെയ്തേക്കുന്നത്. ആ ഡേറ്റ്സിൻ്റെ കളറാണ് നമ്മുടെ കേക്കിന് നല്ലൊരു ബ്രൗൺ കളർ കൊടുക്കുന്നത്. അതിനുശേഷം 1/4 കപ്പ് സൺഫ്ലവർ ഓയിലും കൂടെ ഞാൻ ഇതിനകത്തേക്ക് ഒഴിക്കുന്നുണ്ട്. ഈ സൺഫ്ലവർ ഓയിലിന് പകരം നമുക്ക് ബട്ടർ വേണം ആഡ് ചെയ്യാം. അതിനുശേഷം നമ്മൾ നേരത്തെ അരിച്ചു വെച്ചിരിക്കുന്ന ആ ഡ്രൈ ഇൻഗ്രീഡിയൻസ് നമുക്ക് കുറേശ്ശെ ചേർത്ത് നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമ്മൾ വിസ്കോ അല്ലെങ്കിൽ ബീറ്ററോ ഒന്നും യൂസ് ചെയ്യേണ്ട കാര്യമില്ല. ഇനി നമുക്കിതൊന്ന് ജസ്റ്റ് ഒന്ന് ഫോൾഡ് ചെയ്തെടുത്താൽ മതി. നമ്മൾ ഒരുപാടിട്ട് മിക്സ് ചെയ്യേണ്ട. ഇതുപോലെ ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നത് പോലെ ജസ്റ്റ് സൈഡിൽ നിന്ന് കൊണ്ടുവന്ന് നടുക്കോട്ടൊന്ന് ആക്കി അങ്ങനെ ഇത് മിക്സ് ചെയ്തെടുത്താൽ മതി. ഇത് ഗോതമ്പ് പൊടി ആയതുകൊണ്ട് മിക്സ് ചെയ്യാൻ കുറച്ചും കൂടെ ടൈം എടുക്കും. അത് മിക്സ് ആയിക്കോളും, കാരണം മൈദയാണെങ്കിൽ പെട്ടെന്നങ്ങ് മിക്സ് ആവും. ഇത് നമ്മൾ കുറച്ചും കൂടെ ഒന്ന് 2-3 പ്രാവശ്യം കൂടെ നമ്മൾ ഇളക്കിയാലേ അത് നന്നായിട്ട് മിക്സ് ആവത്തുള്ളൂ. ഇതിപ്പം ഞാൻ അരിച്ചു വെച്ചിരുന്ന ആ ഡ്രൈ ഇൻഗ്രീഡിയൻസ് കുറേശ്ശെ ഇട്ട് ഇതിപ്പം നന്നായിട്ട് മിക്സാക്കി എടുക്കുന്നുണ്ട്. ഞാൻ ലാസ്റ്റ് ഇരുന്ന ആ ഡ്രൈ പൗഡറും വീറ്റ് ഫ്ലോറും കൂടെ ഞാൻ ഇതിനകത്തേക്കിട്ട് ഞാനിത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്.
ഇതിപ്പം നല്ലതായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമുക്ക് ബാറ്റർ കിട്ടേണ്ടത്. ഇൻ കേസ് നമ്മുടെ ബാറ്റർ കുറച്ച് തിക്കാവുകയാണെങ്കിൽ നേരത്തെ നമ്മൾ ഫ്രൂട്ട്സ് ഇട്ട് വെച്ചിരുന്ന ആ ഓറഞ്ച് ജ്യൂസിൻ്റെ ബാക്കിയുണ്ടെങ്കിൽ നമുക്കിതിനകത്തേക്ക് ചേർത്ത് നമുക്കിത് ലൂസാക്കാവുന്നതാണ്. ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് ഇരിക്കേണ്ടത്. ഇനി നമുക്ക് ആ ഡ്രൈ ഇൻഗ്രീഡിയൻസിൽ ഒരു 2 ടീസ്പൂൺ ഗോതമ്പ് പൊടി ഇട്ട് നമുക്കതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇങ്ങനെ നമ്മൾ ഇത് ബാറ്ററിൽ ചേർക്കുകയാണെങ്കിൽ, ഈ ഗോതമ്പ് പൊടി തൂകിയിട്ടിടുകയാണെങ്കിൽ ഇത് താണു പോകത്തില്ല. ഇനി നമുക്ക് ഈ ഡ്രൈ ഫ്രൂട്ട്സും നട്ട്സും കൂടെ നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ആ ബാറ്ററിലേക്ക് ചേർത്ത് നമുക്കൊന്ന് മിക്സ് ചെയ്യാം. ഇനി നമ്മൾ ഒരുപാടിട്ട് ഇതിനെ ഇളക്കണ്ട, ജസ്റ്റ് നമ്മൾ ഇതിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കിയെടുത്താൽ മതി. ഇതിപ്പോൾ ഞാൻ ആ ഡ്രൈ ഫ്രൂട്ട്സും നട്ട്സും ഒക്കെ ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. എല്ലാ ഭാഗത്തേക്കും നമ്മുടെ ആ ബാറ്ററിൻ്റെ എല്ലാ ഭാഗത്തേക്കും ഒന്ന് ചെല്ലാൻ വേണ്ടി. ഇത് ഞാൻ ഓറഞ്ചിൻ്റെ തൊലി ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുത്തതാണ്. 1 ടീസ്പൂൺ മതി. അപ്പോൾ ഒരു നല്ലൊരു ഫ്ലേവർ, നമ്മുടെ കേക്കിന് നല്ലൊരു ഫ്ലേവർ കൊടുക്കും. ഓറഞ്ചിൻ്റെ തൊലി ജസ്റ്റ് നമ്മൾ ആ ഓറഞ്ച് കളറിലെ തൊലി തന്നെ ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുത്താൽ മതി. അല്ലെങ്കിൽ ഒരു ചെറിയ കത്തി വെച്ച് ചെറുതായിട്ട് ചുരണ്ടി എടുത്തിട്ട് ഇട്ടാൽ മതി. അതിൻ്റെ വെള്ള ഭാഗം വരെ ചുരണ്ടരുത്, കാരണം ആ വെള്ള ഭാഗം നമ്മുടെ കേക്കിൽ വന്നാൽ അത് കയ്പുണ്ടാക്കും. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ ആ ഔട്ടറിലുള്ള ആ ഓറഞ്ച് കളറിലെ തൊലി മാത്രം ചെറുതായിട്ട് മുറിച്ച് അതും കൂടെ നമുക്ക് ഇതിനകത്തേട്ട് ചേർത്ത് മിക്സ് ചെയ്യാം. ഈ ഒരു കൺസിസ്റ്റൻസി ആയിരിക്കണം നമ്മുടെ കേക്കിൻ്റെ ബാറ്റർ. ഈ ഒരു തിക്നെസ്സിൽ വേണം നമ്മൾ കേക്കിൻ്റെ ബാറ്റർ ഉണ്ടാക്കാൻ. ഇനി ഞാനിതൊരു കേക്കിൻ്റെ ടിന്നിലേക്ക് ഒഴിച്ച് നമുക്കിതൊന്ന് ബേക്ക് ചെയ്തെടുക്കാം. ഞാനിവിടെ ചെറിയ കേക്ക് ടിന്നാണ് എടുത്തേക്കുന്നത്. ഞാൻ ബട്ടർ പേപ്പർ അല്ല യൂസ് ചെയ്യുന്നത്. ഞാനൊരു അല്പം എണ്ണ പാത്രത്തിൽ തടവിയിട്ട് അതിനകത്ത് കുറച്ച് ഗോതമ്പ് പൊടി ഇട്ട് അത് പാത്രം ഒന്ന് ഗ്രീസ് ചെയ്തെടുക്കുന്നുണ്ട്. നമുക്ക് ബട്ടർ പേപ്പർ ഉണ്ടെങ്കിൽ ആ ബട്ടർ പേപ്പർ വേണമെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാം. ഇത് ഞാനൊന്ന് പാത്രം ഗ്രീസ് ചെയ്തെടുത്തിട്ടുണ്ട്. ഞാൻ എൻ്റെ എൻ്റെ ഈ പാത്രം ചെറിയ പാത്രം ആയതുകൊണ്ട് ഞാൻ 2 പ്രാവശ്യമായിട്ടാണ് ബേക്ക് ചെയ്തെടുക്കുന്നത്. ഞാൻ കുറച്ച് ബാറ്റർ ആ പാത്രത്തിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. അത് ജസ്റ്റ് നമ്മൾ ഒരുപാട് പ്രസ് ചെയ്യരുത്, ഞാൻ ജസ്റ്റ് ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കുന്നതേ ഉള്ളൂ. നമ്മൾ സ്പാറ്റില ഇട്ട് ഒരുപാട് അതിനെ അടിച്ച് ഒന്നും ചെയ്യരുത്, ജസ്റ്റ് ഒന്ന് ലെവൽ ചെയ്ത് കൊടുത്താൽ മതി. അതിന് ശേഷം നമുക്ക് 2 പ്രാവശ്യം ടാപ്പ് ചെയ്തിട്ട് അതിൻ്റെ മുകളിലേക്ക് നമുക്ക് അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങയൊക്കെ വെച്ച് നമുക്കൊന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. ഇത് ഞാൻ ഓവനിലല്ല ബേക്ക് ചെയ്യുന്നത്, ഞാൻ കുക്കറിലാണ് ബേക്ക് ചെയ്യുന്നത്. ഞാനിപ്പോൾ ഇത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഞാനിത് കുക്കറിൽ ആണ് ബേക്ക് ചെയ്തെടുക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാൻ കുക്കർ 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. കുക്കറിൻ്റെ അടിയിൽ ഒരു പാത്രത്തിൻ്റെ അടപ്പാണ് ഞാൻ ഇട്ടേക്കുന്നത്. അല്ലെങ്കിൽ തിരികെയോ എന്തെങ്കിലും വെച്ച് നമ്മൾ കേക്കിൻ്റെ ബേക്ക് ചെയ്യാനുള്ള ട്രേ അതിൻ്റെ മുകളിൽ വെച്ചിട്ട് നമ്മൾ കുക്കർ അടയ്ക്കുമ്പോൾ അതിൻ്റെ വാഷറും വിസിലും നമ്മൾ ഇടാൻ പാടില്ല. അതില്ലാതെയാണ് നമ്മൾ കുക്കറിൽ ബേക്ക് ചെയ്തെടുക്കേണ്ടത്. എനിക്ക് ഏകദേശം 1 മണിക്കൂർ 5 മിനിറ്റുമായി ഇത് ബേക്കായി കിട്ടാൻ. സാധാരണ കേക്കിനേക്കാളും കുറച്ചുകൂടി നമുക്ക് സമയമെടുക്കും ഈ പ്ലം കേക്ക് ബേക്ക് ചെയ്യാനായിട്ട്. ഇപ്പം നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് വളരെ ടേസ്റ്റിയാണ്, അതുപോലെ തന്നെ ഹെൽത്തിയുമാണ്. കാരണം നമ്മൾ സാധാരണ കേക്കിലൊക്കെ നമ്മൾ പ്ലെയിൻ ഷുഗറാണ് ആഡ് ചെയ്യുന്നത്. അത് നമ്മുടെ ശരീരത്തിൽ ചെല്ലുന്നത് നല്ലതല്ല. അതുപോലെ തന്നെ നമ്മുടെ ഷുഗറിനെയൊക്കെ അത് എലിവേറ്റ് ചെയ്യും. ഇതിനകത്ത് ഞാൻ ഡേറ്റ്സ് ആണ് ഉപയോഗിച്ചേക്കുന്നത്. അതുകൊണ്ട് ഇത് വളരെ ഡേറ്റ്സ് നമ്മുടെ ശരീരത്തിന് ഒത്തിരി ഗുണങ്ങളുള്ള ഒരു ആഹാര സാധനമാണ്. ഇതിനകത്ത് അയൺ ഉണ്ട്, പൊട്ടാസ്യം ഉണ്ട്, ഫൈബർ ഉണ്ട്, പ്രോട്ടീൻ ഉണ്ട്. അങ്ങനെ നമ്മുടെ ശരീരത്തിന് ആവശ്യമായ കുറേ ന്യൂട്രിയൻസ് നമുക്ക് ഇതിൽ നിന്ന് കിട്ടും. സാധാരണ പ്ലം കേക്കിനെ അല്ലെങ്കിൽ ഫ്രൂട്ട് കേക്കിനെയൊക്കെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇതിനകത്ത് ഷുഗർ താരതമ്യേന കുറവാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിത് ഹെൽത്തി ആണെന്ന് പറഞ്ഞത്. ഇത് ഡയബറ്റിക്കാർക്കോ അല്ലെങ്കിൽ വെയിറ്റ് റെഡ്യൂസ് ചെയ്യാൻ താല്പര്യമുള്ളവർക്കൊക്കെ 1-2 പീസ് കഴിച്ചാൽ കുഴപ്പമില്ല. അപ്പോൾ ഈ ഹെൽത്തി ആയിട്ടുള്ള പ്ലം കേക്ക് നിങ്ങൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. അടുത്ത വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.